സിന്ധു നദിയിൽ ഇന്ത്യ അണക്കെട്ട് നിർമ്മിച്ചാൽ മിസൈലുകൾ അയച്ച് അത് തകർത്ത് കളയുമെന്ന് പാകിസ്ഥാൻ പട്ടാള മേധാവി അസിം മുനീർ ഇന്നലെ തന്റെ അമേരിക്കൻ സന്ദർശനവേളയിൽ പ്രസ്താവിച്ചിരുന്നു. തിരിച്ചാക്രമിച്ച് ഞങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ഈ ലോകത്തിന്റെ പകുതി നശിപ്പിച്ചിട്ടേ ഞങ്ങൾ അവസാനിക്കൂ എന്നും തങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാണെന്ന് മനസ്സിലാക്കുന്ന പക്ഷം ലോകത്തിന്റെ പകുതി ഭാഗത്തെയും കൊണ്ടുപോകാൻ ഞങ്ങൾ മടിക്കില്ലെന്നും അയാൾ ഭീഷണി മുഴക്കി. ഓപ്പറേഷൻ സിന്ദൂർ ആക്രമണത്തിനെ പ്രതിരോധിക്കാനും പ്രത്യാക്രമിക്കാനും വേണ്ടി അയച്ച മിസൈലുകൾ സ്വന്തം രാജ്യത്തു തന്നെ വീണുപൊട്ടിയ ചരിത്രമുള്ള പാകിസ്ഥാനാണ് ഇത് പറയുന്നതെന്ന് ഓർക്കണം. പാകിസ്ഥാനിലുള്ള വ്യോമതാവളങ്ങളും മിസൈൽ കൺട്രോൾ സ്റ്റേഷനുകളും ചോര കൊണ്ട് കുളിപ്പിച്ച് തീ കൊണ്ട് പൊതിഞ്ഞൊടുക്കാൻ മണ്ണും ചോരവും കൊണ്ട് മൂടിയപ്പോൾ ആകാശത്ത് പറന്നു നടന്ന വിമാനങ്ങൾക്ക് തെക്കും വടക്കും തിരിച്ചറിയാതെ കണ്ടയിടത്ത് ലാൻഡ് ചെയ്യിപ്പിച്ച് വെടിനിർത്തലിന് വേണ്ടി കാല് പിടിച്ച് കരയേണ്ടി വന്നവനൊക്കെ ഇന്ന് ഭീഷണി മുഴക്കണമെങ്കിൽ പോലും അമേരിക്കൻ സായിപ്പിന്റെ വീട്ടിൽ ചെന്ന് കയറി സായിപ്പിനെ കൂടെ നിർത്തിക്കൊണ്ട് മാത്രമേ പറ്റൂ എന്ന അവസ്ഥയാണ്. കിരാന മലനിരകളിലെ നിന്റെയൊക്കെ രഹസ്യ ആണവ കേന്ദ്രത്തിൽ ബ്രഹ്മോസ് മിസൈൽ വീണ് പൊട്ടിയപ്പോൾ ഉണ്ടായ ആണവ ചോർച്ച പരിഹരിച്ചിട്ട് പോരെ മുനീറെ ആണവായുധ പ്രയോഗ ഭീഷണിയൊക്കെ. ആണവായുധം പ്രയോഗിക്കാൻ നീ തീരുമാനിക്കുന്ന നിമിഷം അത് നിന്റെ കയ്യിലിട്ട് തന്നെ പൊട്ടിക്കാൻ കഴിയുള്ള രാജ്യമാണ് ഇന്ത്യയെന്ന് ഇനിയും നീ പഠിച്ചിട്ടില്ലെന്ന നിരാശയോടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.